ഡ്രൈവർ യദുവിനെ ഏതായാലും ചോദ്യം ചെയ്യാനായി ഓഫീസിൽ എത്തിച്ചിട്ടുണ്ട്. മെമ്മറി കാർഡ് നഷ്ടമായ കേസിൽ കണ്ടക്ടറെയും സ്റ്റേഷൻ മാസ്റ്ററെയും രാവിലെ മുതൽ ചോദ്യം ചെയ്യണം. മൂവരെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്തേക്കുമെന്ന വിവരമാണ് പുറത്തുവരുന്നത്. അൽ-അമീൻ തൊട്ടുമുക്ക് നൽകും വിവരങ്ങൾ. അമീൻ, കേസിലേറെ നിർണായകമായ അന്വേഷണമാണ് മെമ്മറി കാർഡ് കിട്ടിയാൽ ഇതിനൊക്കെ ഒരു ചുരുളഴിയുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഏത് ഘട്ടത്തിലാണ് ഇപ്പോൾ അന്വേഷണമുള്ളത്? ഇവരെ ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുന്നത് എത്രത്തോളം ഗുണകരമാകുമെന്നാണ് പോലീസ് പ്രതീക്ഷിക്കുന്നത്? വിരുദ്ധ തിരുവനന്തപുരത്തെ ഡ്രൈവറും മേയറുമായി നടറോഡിൽ നടന്ന തർക്കം, അതിൽ പോലീസ് നട്ടം തിരിയുന്നൊരു സാഹചര്യമാണ്. തെളിവുകളൊന്നും ലഭിക്കാതെ. അതിലേറെ പ്രധാനപ്പെട്ട തെളിവ് ആ ബസ്സിലെ ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡാണ്. ആ മെമ്മറി കാർഡ് നഷ്ടമായത് തമ്പാനൂർ പോലീസ് അന്വേഷിക്കുന്നുണ്ട് KSRTCയുടെ പരാതിയിൽ. നേരത്തെ തന്നെ ഉദ്യോഗസ്ഥർ പലരുടെയും മൊഴി രേഖപ്പെടുത്തുകയും അതിനുവേണ്ടി അന്വേഷണം പോലീസ് വ്യാപിപ്പിക്കുകയും ചെയ്തു. അതിനിടയിലാണ് ഇന്ന് പുലർച്ചെ പോലീസ് നാടകീയമായൊരു നീക്കം നടത്തിയത്. അത് ബസ്സിലെ കണ്ടക്ടർ സുബിനെയും അതുപോലെ തന്നെ സ്റ്റേഷൻ മാസ്റ്റർ ലാൽ സജീവിനെയും ഇന്ന് പുലർച്ചെ വീട്ടിലെത്തി പോലീസ് കൂട്ടിക്കൊണ്ടുവരികയായിരുന്നു. ആ ചോദ്യം ചെയ്യൽ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. മണിക്കൂറുകൾ പിന്നിട്ടിരിക്കുകയാണ്. അതിന് പിന്നാലെയാണ് ബസ്സിലെ ഡ്രൈവർ യദുവിനെ കൂടി ഇപ്പോൾ കമ്മീഷണർ ഓഫീസിലേക്ക് എത്തിച്ചിരിക്കുന്നത്. യദുവിനെയും ചോദ്യം ചെയ്യും. ഒരുപക്ഷെ ഇവരെ 3 പേരെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്തേക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാനാകുന്നത്. വൈകുന്നേരം പോലീസ് ഉദ്യോഗസ്ഥർ അറിയിച്ചത് ഈ സുബിനെയും അതുപോലെ തന്നെ സ്റ്റേഷൻ മാസ്റ്ററെയും അറസ്റ്റ് ചെയ്യുന്ന ഒരു നടപടിയിലേക്ക് പോകില്ല, വിട്ടയച്ചേക്കുമെന്ന് തന്നെയാണ് പോലീസ് അറിയിച്ചത്. അവരെ വിട്ടയക്കുമെന്ന് പറഞ്ഞു. പക്ഷേ അതിനുശേഷവും ചോദ്യം ചെയ്യൽ തുടരുകയാണ്. അതിനു പിന്നാലെയാണ് യദുവിനെ കൂടി ഇപ്പോൾ ഇവിടേക്ക് എത്തിച്ചിരിക്കുന്നത്. പോലീസ് പ്രധാനമായും ഉദ്ദേശിക്കുന്നത് ഈ CCTV ദൃശ്യങ്ങൾ നഷ്ടമായതുമായി ബന്ധപ്പെട്ട് ഇവരിൽ ആർക്കെങ്കിലും ഏതെങ്കിലും തരത്തിൽ പങ്കുണ്ടോ എന്നുള്ളതാണ് പോലീസ് പ്രധാനമായും പരിശോധിക്കുന്നത്. തിരുവനന്തപുരം KSRTC ടെർമിനൽ അകത്തുനിന്ന് തന്നെയാണ് ബസ്സിൽ നിന്ന് ഈ മെമ്മറി കാർഡ് നഷ്ടമായത് എന്നുള്ളൊരു പ്രാഥമിക നിഗമനമാണ് പോലീസിനുള്ളത്. അത് ദൂരീകരിക്കുന്നതിന് ആരാണ് മെമ്മറി കാർഡ് എടുത്തത് എന്നത് അടക്കമുള്ള പരിശോധനകളാണ് പോലീസ് പ്രധാനമായും നടത്തുന്നത്. അതിൽ പോലീസ് ഇന്ന് വിശദീകരിച്ചത് ഈ ബസ് ടെർമിനലിനകത്തുള്ള CCTV ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചിരുന്നു. ആ ദൃശ്യങ്ങൾ പരിശോധിക്കുമ്പോൾ അതിൽ ഈ കണ്ടക്ടർ യദുവിന്റെ സാന്നിധ്യം ഈ CCTV ദൃശ്യങ്ങളിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് യദുവിനെ സുബിനെ പോലീസ് സംശയിക്കുകയും ഇന്ന് രാവിലെ വീട്ടിൽ നിന്ന് ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവരികയും ചെയ്തത്. പക്ഷേ പോലീസ് പറയുന്നത് യദു നൽകിയ മൊഴി അങ്ങനെ ആ മെമ്മറി കാർഡ് താനെടുത്ത് മാറ്റിയിട്ടില്ല, അതിൽ തനിക്ക് പങ്കില്ല, CCTV ക്യാമറയിൽ നോക്കുക മാത്രമാണ് ചെയ്തത് എന്നുള്ള മൊഴിയാണ് പോലീസിന് നൽകിയിരിക്കുന്നത്. എന്ന് മാത്രമല്ല, ഇന്ന് രാവിലെ സുബിന്റെ വീട്ടിലെത്തിയ പോലീസ് സംഘം സുബിന്റെ മുറിയിൽ പോലീസ് പരിശോധന നടത്തിയെന്ന് സുബിന്റെ കുടുംബാംഗങ്ങൾ പറയുകയും ചെയ്തിരുന്നു. ഒരുപക്ഷേ ആ മെമ്മറി കാർഡ് സുബിനെടുത്ത് മാറ്റിയിട്ടുണ്ടോ എന്നൊരു സംശയം പോലീസിനുണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കണം ആ വീട്ടിൽ പരിശോധന നടത്തിയത്, സുബിന്റെ മുറിയിൽ പരിശോധന നടത്തിയത്. ശേഷം പോലീസ് അയാളെ കൂട്ടിക്കൊണ്ട് ഇവിടേക്ക് വരികയും ചെയ്തു. ഏതായാലും ആ മെമ്മറി കാർഡ് നഷ്ടമായതിൽ തനിക്ക് പങ്കില്ല എന്ന നിലപാടാണ്, മൊഴിയാണ് പോലീസിന് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. മറ്റൊന്ന് സ്റ്റേഷൻ മാസ്റ്ററെ കൊണ്ടുവന്ന കാര്യമാണ്. സ്റ്റേഷൻ മാസ്റ്ററെ കൊണ്ടുവന്നത് ഈ സംഭവത്തിന് ശേഷം പല സമയങ്ങളിലായി പല ദിവസങ്ങളിലായി യദു KSRTC ടെർമിനലിൽ എത്തിയിരുന്നു. അവിടെ കറങ്ങി നടന്നിരുന്നു. അത് CCTV ദൃശ്യങ്ങളിൽ പ്രകടമാണ്. എന്തിന് യദു അവിടെ എത്തി എന്നുള്ളത് സ്റ്റേഷൻ മാസ്റ്ററിൽ നിന്നൊരു വിശദീകരണം തേടുകയായിരുന്നു പോലീസിന്റെ ലക്ഷ്യം എന്നുള്ളതാണ് മനസ്സിലാക്കാനാകുന്നത്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് ജീവനക്കാരെ ചോദ്യം ചെയ്തപ്പോൾ മൊഴിയെടുത്തപ്പോൾ പലതരത്തിലുള്ള മൊഴികൾ പലരും നൽകിയിരുന്നു. പക്ഷേ ഈ മൊഴികളിൽ ചില വൈരുദ്ധ്യങ്ങൾ പോലീസിന് ബോധ്യപ്പെട്ടു എന്നാണ് മനസ്സിലാക്കാനാകുന്നത്. ആ വൈരുദ്ധ്യം തെളിയിക്കുന്നതിന് വേണ്ടിയും രാവിലെ മുതലുള്ള ഈ ചോദ്യം ചെയ്യലിൽ സുബിനെയും അതുപോലെ തന്നെ സ്റ്റേഷൻ മാസ്റ്ററെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുന്നു എന്നുള്ള മനസ്സിലാക്കാനാകുന്നത്. അതിനിടയിൽ ഏതെങ്കിലും തരത്തിൽ യദുവിന്റെ പങ്കോ അല്ലെങ്കിൽ യദുവിനെ സംബന്ധിച്ചൊരു വ്യക്തത വരുത്തുന്നതിനോ വേണ്ടിയായിരിക്കണം ഇപ്പോൾ യദുവിനെയും ഇവിടേക്ക് എത്തിച്ചിരിക്കുന്നത്. ഏതായാലും വളരെ നാടകീയമായ ഒരു നടപടികളാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഈ വിഷയത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എന്ത് ക്ലൈമാക്സിലേക്ക് എത്തുമെന്നുള്ളതാണ് പ്രധാനമായും ഉറ്റുനോക്കപ്പെടുന്നത്. വിനിത, ശരി അമീൻ, ഏതായാലും ആ മെമ്മറി കാർഡ് കണ്ടെത്തുക എന്നത് തന്നെയാണ് കേസിൽ നിർണായകം. അതിനുവേണ്ടി അരയും തലയും മുറുക്കി ഇറങ്ങിയിരിക്കുകയാണ് പോലീസ് ഉദ്യോഗസ്ഥർ. ഇപ്പോൾ യദുവിനെ ചോദ്യം ചെയ്യുന്നതിനായി എത്തിച്ചിരിക്കുന്നു. കണ്ടക്ടറെ നേരത്തെ തന്നെ ചോദ്യം ചെയ്തതിന് ഇവരെ ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്ത് ഇതിലൊരു വ്യക്തത വരുത്താൻ തന്നെയാണ് ശ്രമം നടക്കുന്നത്.